ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈദ് മുബാറക്ക്. ഇന്ന് ഞാൻ സ്പെഷ്യൽ ചിക്കൻ കറിയുമായിട്ടോ ഇവിടെ വന്നത്. ഫസ്റ്റ് ഞാൻ എടുത്തത് ഒരു 2 ഉള്ളിയും പിന്നെ ഒരു തക്കാളിയും പച്ചമുളകും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും. ഞാൻ ചിക്കൻ പൊരിച്ചിട്ടോ കറി വെക്കുന്നത്. ഞാൻ നല്ല ടേസ്റ്റ് കേട്ടോ ചിക്കൻ പൊരിച്ചിട്ട് കറി വെച്ചാൽ. ഫസ്റ്റ് ഞാൻ വെളിച്ചെണ്ണ അതിലേക്ക് കുക്കറിലേക്ക് ഒഴിച്ചിട്ടു. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റിലേക്ക് ചേർത്തു. പിന്നെ അതിലേക്ക് ഞാൻ നമ്മൾ മുറിച്ച 2 ഉള്ളിയില്ലേ അതും അതിലേക്ക് ചേർത്ത് മിക്സാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും വാടണം കേട്ടോ. വാടിയിട്ടാണ് നല്ലോണം വാടിട്ട് ഞാൻ ഇങ്ങനെ മിക്സാക്കണം. അതിന് ശേഷം നല്ലോണം വാടിയതിന് നല്ലോണം ഇതായി വരണം. പിന്നെ അതിന് നമ്മൾ തക്കാളി ഇല്ലേ നമ്മൾ മുറിച്ച് വെച്ച തക്കാളിയും കൂടി അതിലിട്ട് നമുക്ക് ഇതാക്കണം. ലേശം ഉള്ളി വാടിയിരുന്നു. പിന്നെ നമ്മൾ തക്കാളിയും പച്ചമുളകും മുറിച്ചിട്ട് അത് അതിലിട്ട് നല്ലോണം മിക്സാക്കണം. മിക്സാക്കിയിട്ട് നല്ലോണം ഇതാവട്ടെ കേട്ടോ. എന്നിട്ട് അതിലിട്ട് ലേശം ഉപ്പെല്ലാം ഇടണം കേട്ടോ. ഉപ്പിട്ട് പക്ഷെ ഉപ്പിട്ട് വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ ചിക്കൻ പൊരിച്ച് അവിടെ തയ്യാറായിരിക്കും കേട്ടോ. ചിക്കൻ പൊരിച്ച് ലേശം അധികം ഫ്രൈ ഇതാവണ്ട കേട്ടോ. ചെറിയൊരു വേവായാലും എടുത്ത് വെക്കാം കേട്ടോ. പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് 1.5 ടീസ്പൂൺ മുളകും പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ 3 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടോ. ഇവിടെ ഇവർക്കെല്ലാം മല്ലിപ്പൊടി ഇട്ട കറി ഭയങ്കര കേട്ടോ. അപ്പോൾ ഞാൻ 3 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഇട്ട് പിന്നെ അത് ചിക്കൻ മസാലയും ചേർത്ത് പിന്നെ മിക്സാക്കി കൊടുത്ത് പിന്നെ അതിലേക്ക് ഞാൻ വെള്ളവും ചേർത്ത് പിന്നെ മല്ലിപ്പൊടി ഇടണം കേട്ടോ. നിങ്ങൾ കാണുന്നു അതിലേക്ക് എന്നിട്ട് അത് മിക്സാക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സാക്കിയിട്ട് അതിലേക്ക് വെള്ളവും ചേർത്ത് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സാക്കിയിട്ട് നമ്മൾ പൊരിച്ച ചിക്കന് അതിലേക്ക് ചേർക്കണം. എന്നിട്ട് പൊരിച്ച ചിക്കൻ അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ചേർക്കുന്ന കേട്ടോ നിങ്ങൾ കാണുന്നത്. അതിനുശേഷം നമ്മൾ ഈ കുക്കർ നമുക്ക് അടച്ച് വെക്കാം. വെറും 2 വിസിലേ വരണ്ടുള്ളൂ കേട്ടോ. അത് വന്നതിന് ശേഷം നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആട്ടോ. പിന്നെ എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അടിക്കണം, സപ്പോർട്ട് ചെയ്യണം. പിന്നെ കുറച്ച് കറിവേപ്പില ഞാൻ അതിലിട്ട് പിന്നെ അങ്ങനെ നമ്മൾ കുക്കർ ഞാൻ മൂടി വെച്ചിരുന്നു കേട്ടോ. പിന്നെ അതിന് ശേഷം മൂടി വെച്ചതിന് ശേഷം നമ്മൾ കറി ഇവിടെ റെഡി ആയിരിക്കും കേട്ടോ. പിന്നെ അടിപൊളി കറിയാണ്. ചോറിൻ്റെയും ചപ്പാത്തിൻ്റെയും പൊറാട്ടേൻ്റെ ഒപ്പം കഴിഞ്ഞ അടിപൊളി കറിയാണ് കേട്ടോ. ഓക്കെ, ബൈ.